ഹലോ ഗൈസ്, നമുക്കൊന്ന് യു കെയിലുള്ള ഒരു സ്ട്രോബെറി പാടത്ത് പോയാലോ. ഈ സ്ട്രോബെറി പാടം പറയുന്നത് ഡോൺകാസ്റ്ററിലാണ്. ഇവിടെ എൻട്രി ഫീസോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു ബക്കറ്റ് വരും. ആ ബക്കറ്റിൽ നമുക്ക് ആവശ്യമുള്ള സ്ട്രോബെറി നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് എത്ര സ്ട്രോബെറി വേണമെങ്കിലും ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും. ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അതിന് പേ ചെയ്യാം. ഏകദേശം 4 പൗണ്ടിന് വരുള്ളൂ. ഇങ്ങനെ ഒരുപാട് സ്ട്രോബെറി പാടങ്ങൾ യു കെയിലുണ്ട്. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഡോൺകാസ്റ്ററിലാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സ്ട്രോബെറി പാടം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈസ്റ്റ് ഫീൽഡ് ഫാമിലാണ്. അപ്പോൾ ഈസ്റ്റ് ഫീൽഡ് ഫാം വരുന്നത് ഡോൺകാസ്റ്ററിലാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയ കാർ പാർക്കിംഗ് തന്നെയുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കുറേ കാറുകളൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാർ പാർക്കിംഗ് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ തന്നെ നമുക്കിതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണുന്ന ബക്കറ്റ് നമുക്കെടുത്ത് ആ ബക്കറ്റും കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ഈ സ്ട്രോബെറി ഫാമിനോട് തന്നെ ചേർന്ന് ഫ്ലവർ ഫാം, അതേപോലെ തന്നെ ഇവിടെ പംകിൻ, പൊട്ടാറ്റോ, സൺഫ്ലവർ ഇതൊക്കെ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെയൊക്കെ സീസൺ ആകുമ്പോൾ അതൊക്കെ ഇവിടെ തന്നെ വന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇതിനോട് ചേർന്ന് ഒരു ഹോഴ്സ് ഫാം നമ്മൾ കണ്ടായിരുന്നു. ഹോഴ്സ് ഫാം ഉണ്ട്. ഇതിവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മൾ പോയ ദിവസം നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ വന്നിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ ഇപ്പോൾ നമ്മുടെ സ്ട്രോബെറി കഴിഞ്ഞിട്ട് പൊട്ടാറ്റോ ഒക്കെ നട്ടിട്ടുണ്ട്. ഇതൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞതാണ്. പിന്നെ കുറേയൊക്കെ നട്ടു വരുന്നുണ്ട്. നട്ടുകൊടുത്തൊന്നും നമുക്കിപ്പോൾ കയറാനായിട്ട് പറ്റത്തില്ല. അവരവിടെ ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്, ഏത് ഫീൽഡിൽ നിന്നാണ് നമ്മൾ പറക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഇവിടെ അവർ ഇൻസ്ട്രക്റ്റ് ഓൾറെഡി നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ നമുക്ക് സ്ട്രോബെറി അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ വന്നപ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്ത് തുടങ്ങിയായിരുന്നു. നല്ല അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്ട്രോബെറി ഒന്ന് പിക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരുപാട് സ്ട്രോബെറീസൊക്കെ ഉണ്ടായി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓരോരുത്തരൊക്കെ പണി തുടങ്ങി, നമ്മളൊക്കെ പിക്ക് ചെയ്ത് തുടങ്ങി. നമ്മൾ 2 ബക്കറ്റ് എടുത്തായിരുന്നു. അപ്പോൾ അളിയൻ ഓൾറെഡി ഇതൊക്കെ പറിച്ച് തുടങ്ങിയായിരുന്നു. ഇപ്പോൾ പിള്ളേരൊക്കെ നല്ല എൻജോയ് ചെയ്യുന്ന മൂഡിൽ തന്നെയായിരുന്നു. ഇവരൊക്കെ ഓടി കിടന്ന് ഇവിടെയൊക്കെ സ്ട്രോബെറി പറിക്കുന്നുണ്ട്. എല്ലാവരും നല്ല പഴുത്തതൊക്കെ നോക്കി കിടക്കുകയാണ്. ഇവിടെ നമ്മൾ കയറി വരുന്ന സ്ഥലം തന്നെ ആയതുകൊണ്ട് ഒരുപാട് പേരൊക്കെ വന്ന് പൊട്ടിച്ചായിരുന്നു ഓൾറെഡി. ഇനി നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ ഇതൊരു വലിയ ഒരു പാടം തന്നെയാണ്. നമ്മൾ ഉള്ളിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല പഴുത്തതൊക്കെ കിട്ടും. ഇത് ഒരുപാട് നടക്കാനുണ്ട്. കുറേ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് സാധനങ്ങളൊക്കെ കിട്ടും ഇവിടെ നിന്ന്. അപ്പോൾ നമ്മൾ നോക്കിയാൽ തന്നെ തീരാത്തത്ര സ്ഥലം തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ സ്ട്രോബെറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കിഡ്സൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളിങ്ങനെ സ്ട്രോബെറി പാടത്തൊക്കെ പോവുകയാണെങ്കിൽ കുട്ടികളൊക്കെ നല്ല ഒരു എൻജോയ് പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരുപാട് സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ട്രാക്ടറിൽ നമ്മൾ ആൾക്കാർക്കും ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അവിടുത്തെ പണിക്കാർ അവിടെ ട്രാക്ടറൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പണിക്കാർക്ക് പിക്ക് ചെയ്യാനുള്ള കാശ് അതൊന്നും കൊടുക്കണ്ട, നമുക്ക് തന്നെ കയറി പൊട്ടിക്കാം, പുറത്തിറങ്ങി കഴിയുമ്പോൾ പേ ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമുക്ക് ലിഡിൽ അല്ലെങ്കിൽ മുറിസോൺ ഇതിലൊക്കെ വരണമെന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രോബെറിക്കൊക്കെ ഒരു 10-15 സ്ട്രോബെറിക്കൊക്കെ ഏകദേശം 2.5 പൗണ്ട് 3 പൗണ്ടൊക്കെ നല്ല ഫ്രഷ് സ്ട്രോബെറിക്ക് വരും. ഇവിടെ നമുക്കൊരു ബക്കറ്റിന് വരുന്നത്, അതായത് 1 kgക്ക് 4 പൗണ്ടേ വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മളൊക്കെ ഉള്ളിൽ പോയി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല പഴുത്ത നല്ല റെഡ് കളറിൽ നിൽക്കുന്ന സ്ട്രോബെറീസ് നമുക്ക് ഒരുപാട് കിട്ടിയായിരുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ സ്ട്രോബെറിയൊക്കെ പറിച്ചത് പിള്ളേർ തന്നെയാണ്. എൽഹാനും എറിനാണ്. ഇവരാണ് ഏറ്റവും കൂടുതൽ സ്ട്രോബെറി പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്നപ്പോൾ തൊട്ട് തന്നെ കഴിക്കാനാണ്. കാരണം നല്ല ഫ്രഷ് ആയതുകൊണ്ട് പ്രശ്നം തന്നെ ഇല്ല. കഴിക്കാനും നല്ല രീതിയിൽ പറ്റിയ സ്ട്രോബെറി തന്നെയാണ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ച് നടന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെ പറിച്ചായിരുന്നു. നമ്മുടെ പോലെ തന്നെ ഒരുപാട് കുട്ടികളും അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരും സ്ട്രോബെറി പറിക്കാനായിട്ടൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ നോക്കി കാണാം, കുറേ ആൾക്കാർ ഇവിടെ നിന്ന് സ്ട്രോബെറിയൊക്കെ പറിക്കുന്നുണ്ട്. ഇവർ തന്നെയാണ് ബക്കറ്റ് കൊണ്ടിടന്ന് സ്ട്രോബെറിയൊക്കെ കളക്ട് ചെയ്യേണ്ടത്. എങ്ങനെയുണ്ട് സ്ട്രോബെറി? അളിയൻ വന്നപ്പോട്ട് ഇവിടെ പണിക്ക് നിന്ന പോലെ തന്നെ ഇവിടെ നിന്ന് സ്ട്രോബെറി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളാണ് എല്ലാ സ്ട്രോബെറിയും പറിച്ചുകൊണ്ടിരുന്നത്. നല്ല പഴുത്ത സ്ട്രോബെറീസൊക്കെ അടിയിലായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ. നമ്മൾ നല്ല പഴുത്തത് നോക്കിയാണ് പറിച്ചത്. പക്ഷേ ആക്ച്വലി പഴുക്കാത്തത് പറിക്കണം, എന്നാലാണ് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ സെറ്റ് ആവുന്നുള്ളൂ. ഞാൻ വന്നിട്ട് ഇപ്പോഴാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അടിപൊളി തന്നെയായിരുന്നു. കാരണം വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിലായതുകൊണ്ട് കഴിച്ചു നോക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു ബക്കറ്റ് ഫുള്ള് സ്ട്രോബെറി കളക്ട് ചെയ്തു. 2 ബക്കറ്റ് ഉണ്ട്. 2 ബക്കറ്റിലും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ സ്ട്രോബെറി കളക്ട് ചെയ്തു. നമ്മൾ അത്ര നല്ല പഴുത്തതല്ല നമ്മൾ പറിക്കേണ്ടത്. നമ്മൾ കുറച്ച് പഴുത്ത് വരുന്നതേ പറിക്കാൻ പാടുള്ളൂ. കാരണം അതാകുമ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാൽ കുറച്ച് ദിവസം ഇരിക്കും. അപ്പോൾ നമ്മൾ സ്ട്രോബെറി ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, നല്ല പഴുത്ത് കിടക്കുന്ന നല്ല സ്ട്രോബെറീസ് ഉണ്ട്. ഞാൻ വന്നിട്ട് ആകെ ഒരു സ്ട്രോബെറി അങ്ങേണ്ട ഞാൻ പറിച്ചുള്ളൂ. ബാക്കി മൊത്തം വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സ്ട്രോബെറിയാണ് ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ഒരു സ്ട്രോബെറിയാണ് ഞാൻ വന്നിട്ട് ഇത്ര നേരമായിട്ട് ആകെ ഇവിടെ നിന്ന് പറിച്ചത്. അതും നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി, നല്ല ടേസ്റ്റുള്ള തന്നെയായിരുന്നു.
അപ്പോൾ ഏകദേശം 2 ബക്കറ്റ് സ്ട്രോബെറി നമ്മൾ കളക്ട് ചെയ്തു. എൽഹാന വന്നപ്പോൾ തൊട്ട് സ്ട്രോബെറി കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് സ്ട്രോബെറി എൽഹാന കഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അളിയനാണ് മൊത്തം ഇവിടെ സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരുപാട് ഫാമുകൾ ഇവിടെ UK-യിലുണ്ട്. ഇവിടെ നമുക്ക് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ കയറി നമുക്ക് ആവശ്യത്തിനുള്ള സ്ട്രോബെറി പറിക്കാം, പുറത്ത് പോയിട്ട് വെയിറ്റ് നോക്കി അതിന് പേ ചെയ്യാം. ഞങ്ങൾക്ക് ഏകദേശം ഒരു 7 പൗണ്ടിൻ്റെ അടുത്താണ് വന്നത്. അത്രേ വന്നുള്ളൂ. കാരണം നമ്മൾ പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭം തന്നെയാണ് സ്ട്രോബെറി. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടെ നിന്ന് ഫ്ലവർ ഫാം കണ്ടത്. ഇവിടെ ആൾക്കാരൊക്കെ വന്ന് ഫ്ലവർ പൊട്ടിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഫ്ലവർ നമുക്ക് ആവശ്യത്തിനുള്ള ഫ്ലവർ പൊട്ടിക്കാം. പുറത്തിറങ്ങിയിട്ട് അതിന് പേ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൺഫ്ലവർ വരുന്നുണ്ട്. അത് ഉണ്ടായി വരുന്നുള്ളൂ. ഇവിടെയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. ഇവിടെയാണ് പേ പോയിന്റ് വരുന്നത്. ഇവിടെ വന്ന് നമുക്ക് വെയിറ്റ് നോക്കി ഇവിടെ പേ ചെയ്യാം. ഇത് മാത്രമല്ലാതെ സ്ട്രോബെറി അല്ലാതെ ഇവരുടെ ബാക്കി ഫാമിലുള്ള കാര്യങ്ങളൊക്കെ ഇവരിവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറേ പേരൊക്കെ അവിടെ നിന്ന് ഫ്രൂട്ട്സും അതേപോലെ തന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. കാരണം നല്ല വെയിലുള്ളൊരു ദിവസം തന്നെയായിരുന്നു, നല്ല ചൂട് തന്നെയായിരുന്നു. പുറത്തിരുന്ന ആൾക്കാർ ഫുഡൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ നിന്ന് പേ ചെയ്ത് ഏകദേശം 7 പൗണ്ട് ഇതിനായുള്ളൂ. ഇവിടെ നിന്ന് പേ ചെയ്തിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. ഇവിടുന്ന് പിന്നെ ദിവസം ഒരു ഡേ ഔട്ടിന് വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് കുട്ടികൾ തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ UK അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്